ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒരേ കച്ചറയായിരുന്നു എന്റെ ചെങ്ങായിമാരുടെ ഗ്രൂപ്പിൽ. അവസാനം ഓർക്ക് ഭാഗ്യം ഉണ്ടായില്ല. വേൾഡ് കപ്പും കഴിഞ്ഞു, സ്പെയിന് കപ്പടിച്ചു. സ്പെയിന് കപ്പടിച്ചിട്ടില്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ബിരിയാണി എന്നായിരുന്നു ഓന്റെ വെല്ലുവിളി. എന്നാ പിന്നെ ഓർക്ക് കൊടുക്കണ്ട, ഞമ്മക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ അവന്റെ പുറകിൽ നടക്കുന്നത്. ഓനാണെങ്കിൽ കപ്പിയും ബീഫും മേടിച്ചോണ്ടെന്ന് എനിക്കൊട്ടും വയ്യാത്ത ദിവസം. ഇനിയിപ്പോ ഉണ്ടാക്കാൻ വയ്യാന്ന് ഓന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്റെ അടുത്ത് എനിക്ക് അടിയിട്ടും, കാരണം അത്രയും ഞാൻ വേർപ്പിച്ചിക്ക്. അപ്പൊ പിന്നെ ഓന്റെ ഫ്രണ്ട്സിനെ കൊതിപ്പിക്കാനായിട്ടില്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് അധികം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായി. പിന്നെ വലിയ കുക്കർ പണി മുടക്കായതുകൊണ്ട് നമ്മൾ ചെറിയ കുക്കറിൽ കുറച്ചുണ്ടാക്കി. ഒരു പാത്രത്തിൽ ആദ്യം കപ്പ വേവിക്കാൻ, പിന്നെ കുക്കറിൽ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ബീഫ് വേവാൻ വെച്ച്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്, അത് അരച്ചെടുത്ത്. ഇനിയാണ് പണിയുള്ളത് അതെല്ലാം കൂടി മിക്സ് ആക്കല്. തിരിച്ചും മറിച്ചും കുറെ നേരം വരെ ഇളക്കൽ തന്നെ. ലാസ്റ്റ് വെച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും പൊതിയും ചപ്പൊക്കെ ഇട്ടുകഴിഞ്ഞാൽ സാധനം ഓൾമോസ്റ്റ് റെഡി. മൊത്തത്തിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നടപ്പത്ത് വെക്കാം. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഓന്റെ ഗ്രൂപ്പിലുള്ള ആരും മര്യാദ കുറക്കയില്ല. കൂട്ടത്തിൽ ഓനെ വെല്ലുവിളിച്ച് കുറെ ആൾക്കാരുണ്ടേനും ഓർക്കുള്ള മറുപടി കൊടുക്കലാണ് പണി. ഏതാ പൊയ്ക്കും കഞ്ഞും ഇതൊക്കെ തിന്നണ്ട വൈപ്പടിത്ത ആൾക്കാരാണ്. പക്ഷെ ഭാഗ്യമില്ല, സ്പെയിന് കപ്പടിച്ച്. ഭാഗ്യമില്ലാത്ത വൈപ്പടിത്ത ഫാൻസ്. ഇതൊക്കെ ഓന്റെ ഫ്രണ്ട്സിനുള്ളതാണ്.